കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന് താൽക്കാലിക കെട്ടിടം അനുവദിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ. നഗരവാസികളുടെ സുരക്ഷ പരിഗണിച്ചാണ് തീരുമാനമെന്ന് മേയർ ഒ സദാശിവൻ പറഞ്ഞു. ബീച്ച് ഫയർ സ്റ്റേഷൻ മീഞ്ചതയിലേക്ക് മാറ്റിയത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. കോഴിക്കോട് നഗരഹൃദയത്തിൽ പ്രവർത്തിച്ചിരുന്ന ബീച്ച് ഫയർ സ്റ്റേഷൻ നവീകരണത്തിന്റെ പേര് പറഞ്ഞാണ് മാറ്റിയത്. ഇത് നഗരവാസികളുടെയും വ്യാപാരികളുടെയും കടുത്ത എതിർപ്പിനിടയാക്കി. എന്നാൽ ആഭ്യന്തര വകുപ്പോ നഗരത്തിലെ MLA-മാരോ കാര്യക്ഷമമായി ഇടപെടാത്തത് പ്രതിഷേധം കടുപ്പിച്ചു. ജൂലൈ 13 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഫയർ സ്റ്റേഷനില്ല. തീപിടുത്ത സാധ്യതയുള്ള മിഠായി തെരുവ്, വലിയങ്ങാടി, പാളയം തുടങ്ങിയ പ്രധാന വാണിജ്യ കേന്ദ്രത്തിലേക്ക് അടിയന്തര സാഹചര്യത്തിൽ ഫയർഫോഴ്സിനെത്താൻ സൗകര്യമൊരുക്കുന്നതിനായാണ് കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ മുൻകൈയെടുത്തത്. പഴയ കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടത്തിന് പിന്നിലായി പ്രവർത്തിക്കുന്ന 2 ഓഫീസുകളുടെ പ്രവർത്തനം മാറ്റിയാണ് ഫയർ സ്റ്റേഷന് താൽക്കാലിക സൗകര്യം ഒരുക്കുന്നതെന്ന് മേയർ ഒ സദാശിവൻ പറഞ്ഞു. കോർപ്പറേഷൻ ഏതൊരു പ്രോപ്പർട്ടിയും ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്ന് പറയുന്നത് നാട്ടിലെ നഗരത്തിലെ ജനങ്ങളുടേതും കച്ചവട സ്ഥാപനങ്ങളുടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവത്തിൽ ഞങ്ങളതിനെ കാണുന്നുണ്ട്. ഫയർഫോഴ്സ് വാഹനങ്ങൾ കെട്ടിടം പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യും. ഓഫീസ് പ്രവർത്തനവും ജീവനക്കാരുടെ താമസവും കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് മാറും. ഓഫീസിലേക്കുള്ള വഴിക്കായി ചുറ്റുമതിലിന്റെ ഭാഗം പൊളിക്കാനും തീരുമാനമായി. മുൻ LDF സർക്കാർ ഫയർ സ്റ്റേഷനായി 2 കോടി രൂപ ടോക്കൺ എമൗണ്ട് അനുവദിച്ചിരുന്നു. UDF-ന്റെ പുതിയ ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.